ഇന്ന് നല്ലൊരു പച്ചച്ചക്ക കിട്ടി. അപ്പോൾ അതിൻ്റെ ചുളയെടുത്ത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പുഴുക്കെന്നും പറയും ഇതിനെ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ പുഴുക്കിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനിവിടെ അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, 3 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ഇനി കുഴിവെള്ളം ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചച്ചക്ക ചുള മാത്രം അരിഞ്ഞെടുത്തത് ചേർക്കുക. ചുള മാത്രമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പുഴുക്കുണ്ടാക്കാൻ ചുള മാത്രമാണ് നല്ലത്. ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ചക്കച്ചുളയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ചക്കച്ചുള പെട്ടെന്ന് വേഗം ചൂട് കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ പുഴുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടത്. തേങ്ങ അരച്ച കറി പോലെ ലൂസാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് വെള്ളത്തിൽ ഇത് വേവിച്ചെടുത്തത്. ഇനി തേങ്ങ അരപ്പ് വേകാനുള്ള വെള്ളം ചേർക്കണം. അതിനുവേണ്ടി ഈ ജാറ് അല്പം വെള്ളത്തിൽ ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇന്ന് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി ചൂടാക്കാം. നല്ലതുപോലെ ചൂടായില്ലെങ്കിൽ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്തുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. അവസാനം പച്ചവേപ്പില ചേർക്കുമ്പോൾ വേപ്പിലയുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറികൾ കൂട്ടി കഴിക്കാം. ഡയബറ്റീസ് കുറക്കാനൊക്കെ നല്ലതാണ്. ശരീരഭാരം കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ്. ക്യാൻസർ വരാതിരിക്കാനും പച്ചച്ചക്ക സഹായിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ചക്കച്ചുളയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹന പ്രക്രിയ സുഗമമാക്കും. കപ്പപ്പുഴുക്ക് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതും കഴിക്കേണ്ടത്. മീൻ കറി കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ച ചാളക്കറിയുടെ ഗ്രേവിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് പപ്പടം വറുത്തത് എടുത്തിട്ടുണ്ട്. പപ്പടം വറുത്തതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. കുടംപുളിയിട്ട മീൻകറിയുടെ കൂടെയും സൂപ്പറാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ പപ്പടവും കൂടി ചേർത്ത് കഴിക്കണം. വളരെ നല്ലതാണ് കേട്ടോ. സൂപ്പറാണ്. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും ഇത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് പച്ചച്ചക്ക കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ ഈ പച്ചച്ചക്ക ചുള കൊണ്ട് നമ്മൾ പുഴുക്ക് മാത്രമല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ ചക്കച്ചുള ബിരിയാണിയും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പുഴുക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.